ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. പക്കവടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതേ കാണൂ, പെട്ടെന്ന് തീർന്നു പോകും. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്, അതും ചെറുതായി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം. കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം ചെറിയ എരിവേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും. നന്നായി കുഴഞ്ഞിട്ടണം. ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലമാവ് ഞാൻ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക, പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒരുപാട് കൂടി പോകണ്ട, കടലമാവ് പെട്ടെന്ന് വെള്ളം കൂടും. ഒരുപാട് ലൂസായിട്ടുള്ളൊരു മാവല്ല നമുക്ക് വേണ്ടത്. ഇതിലേക്കൊരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കുറവായിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ മുട്ട ചേർക്കാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നേരെ ചുട്ടെടുക്കാം. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഈ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഈ പക്കവട നല്ല ചെറുതായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഇതൊരു സൈഡായി വന്നിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വാങ്ങി വെക്കാം. നമ്മൾ മുട്ട കൂട്ടിയതുകൊണ്ട് തന്നെ ഈ സോഡാപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിലും പെട്ടെന്ന് പൊങ്ങി വരികയൊക്കെ ചെയ്യും. ഒന്നുകൂടെ ഒന്നായി വന്നാൽ നമുക്കിത് കോരി മാറ്റിയിട്ട് അടുത്ത റൗണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വാങ്ങി വെക്കാം. ഇനി അടുത്ത റൗണ്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പക്കവടയൊക്കെ റെഡിയായി കഴിഞ്ഞു. മുട്ട ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ടേസ്റ്റാണ്. താല്പര്യമില്ലാത്തവർക്ക് മുട്ട ചേർക്കാതെ ഉണ്ടാക്കാം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്